റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ക്വീൻസ്, ആ കാണുന്നതാണ് മൻഹാട്ടൻ. ഈ ബ്രിഡ്ജിന്റെ പേരാണ് പുലാസ്കി ബ്രിഡ്ജ്. നോക്കുന്നുണ്ടല്ലേ? താങ്കൾ എന്തായി കാണിക്കുന്നത്? മനുഷ്യന് സൗകര്യമായിട്ട് ഓട്ടോ പൈലറ്റ് യൂസ് ചെയ്യാനും സമ്മതിക്കത്തില്ല. ഗ്യാസിന്റെ പ്രൈസ് എന്താണെന്നറിയില്ലേ? മൻഹാട്ടൻ തൊട്ട് This is the most famous Brooklyn Bridge is about to come, and if you turn to your right, you will see New York City, and this is we are heading to Arizona Bridge. Hey, Sohan, താങ്കൾ വിചാരിച്ചിരിക്കുന്നത് മമ്മൂട്ടി മോഹൻലാലൊന്നും അല്ല, ഇതൊരു പാവം മനുഷ്യൻ. That used to be after this ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ഇവിടെയാണ് നമ്മുടെ ഡാൻസും മറ്റും ഷാറൂഖ് ഖാൻ്റെ ഒരുപാട് പാട്ടുകളും മറ്റുമൊക്കെ എടുത്തിട്ടുള്ളതാണ് ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ഇതിനെയാണ് സൗത്ത് സീ പോർട്ട് എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിൽ ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ സൈൻ കണ്ടത്. എല്ലാ ആക്ടേഴ്സിൻ്റെ അടുത്തും ഇതിൻ്റെ ഒരു ബ്രിഡ്ജ് കാണുന്നു ഈ ഹെഡ് ഷോട്ട്സിൽ. റൈറ്റ് സൈഡിൽ എടുത്തോളൂ. ദിസ് ഈസ് എ സ്റ്റോക്ക് മാർക്കറ്റ്. വേൾഡിലെ ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നതാണ്. നോക്കാതെ ആ സൈഡിൽ ഇതാണ് ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്റ്റ്. ഇവിടുന്ന് റൈറ്റിലോട്ട് നോക്കിയാൽ നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പറ്റും. വെരി ഫാർ യു ക്യാൻ സീ ദ സ്റ്റാച്യു ഓഫ് ലിബർട്ടി. About 100 years ago, 1896 or something, സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഫ്രാൻസും യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ടുള്ളൊരു ട്രീറ്റിയുടെ ഭാഗമായിട്ടാണ്. ഇവർ തമ്മിൽ എപ്പോഴും കോപ്പറേറ്റ് ചെയ്യും, പരസ്പരം ബോംബ് ചെയ്യത്തില്ല എന്നതിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ് അത് ഫ്രാൻസ് ഡൊണേറ്റ് ചെയ്തതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റേറ്റ് ഓഫ് ലിബർട്ടി എന്ന് ന്യൂയോർക്കിനെ പറയുന്നത്. അതൊരു ഐലൻഡിനകത്ത് ഒരു ലേഡിയുടെ ഒരു can see that on the other side. വളരെ മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ന്യൂയോർക്കിൻ്റെ. അത് ഇറ്റ്സ് എ ബോർഡർ ഓഫ് ന്യൂയോർക്ക് ആൻഡ് ന്യൂ ജേഴ്സി. ഇറ്റ്സ് ഇൻ ദ വാട്ടർ ആൻഡ് വി ആർ ഹെഡിങ് ടു ഡെലവെയർ. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ ഐക്കോണിക് ബ്രിഡ്ജാണ്. ആരിസോണ ബ്രിഡ്ജ് എന്ന് പറയുന്നത് സ്റ്റാറ്റൻ ഐലൻഡാണ്. ലോകത്തിലേക്ക് ഏറ്റവും സപ്പോർട്ടില്ലാത്ത ഒരു ലോങ്ങസ്റ്റ് ബ്രിഡ്ജാണ് ഈ ആരിസോണ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഐ തിങ്ക് അബൌട്ട് $16 or $20 ടോൾ കൊടുത്താൽ മാത്രമേ ഇത് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരു ഒരു കൗണ്ടി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റിലേക്ക് ക്രോസ് ചെയ്യുന്നതായ ഒരു ബ്രിഡ്ജാണ്. ആരിസോണ ബ്രിഡ്ജ്. ലെഫ്റ്റ് എടുത്താൽ ഇത് ബ്രൂക്ലിൻ എന്ന് പറയുന്ന സ്ഥലമാണ്. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ജേഴ്സിയും അതുപോലെ തന്നെ സ്റ്റാറ്റൻ ഐലൻഡ്, പെൻസിൽവാനിയ, ഫിലഡൽഫിയ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ എത്തും. ഗുഡ് ടു ബി വിത്ത് സോഹൻലാൽ. സോഹൻലാലിനോടൊപ്പം ഒരു ഇങ്ങനെ ഒരു വളരെ നീണ്ട ഒരു അഭിലാഷമായിരുന്നു. കാരണം നമ്മൾ എത്ര
സംസാരിച്ചാലും നെവർ എൻഡിങ് തോട്ട്സ് ആണ്. അപ്പം നല്ല നല്ല സ്റ്റോറീസ് പറയാനും അനുഭവങ്ങൾ പറയാനും ഒക്കെ ഒരു നല്ലൊരു അവസരമാണ്. ഞാൻ ലാസ്റ്റ് മിനിറ്റ് വരെ ഇങ്ങനെ ഒരു ട്രിപ്പ് വേണ്ടാന്ന് വെച്ചു. പിന്നെ സോഹനാണല്ലോ എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഓക്കെ ഏതായാലും. എനിക്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഡ്രൈവിംഗ് ചെയ്യുക മാത്രമല്ല നമുക്ക് കൈയും കാലം വന്നത് ഒരു ഓട്ടോ പൈലറ്റ് ഉള്ളതുകൊണ്ട് ദിസ് ഇസ് ടെസ്ല, T for Tom, T for Tesla. അപ്പം ഇന്നത്തെ കാലത്ത് ഗ്യാസിൻ്റെ പ്രൈസ് ഇടയ്ക്ക് പുച്ചിൻ ആൻഡ് അതുപോലെ തന്നെ യുക്രൈനൊക്കെ ഇഷ്യൂസൊക്കെ വന്ന സമയത്ത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വളരെ കൂടി. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് മീ ബിക്കോസ് നമുക്ക് ഇലക്ട്രിക് കാറേ ഉള്ളൂ. നമുക്ക് പെട്രോൾ അടിക്കുന്ന കാറുകളില്ലാത്തതിനാൽ ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓരോ പൈലറ്റിംഗ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ നമുക്ക് നമ്മുടെ ഇമെയിലും അതുപോലെ ഫേസ്ബുക്കും മറ്റുമൊക്കെ സൈമിൾട്ടേനിയസ് ആയിട്ട് അതേ സമയത്ത് ചെക്ക് ചെയ്യാനുള്ളൊരു അവസരമാണ്. ഞാനിതിൻ്റെ ഇടയ്ക്ക് എനിക്കിതിൻ്റെ ഒരു നാവിഗേഷൻ ഉണ്ടായിരുന്നു. ഇതിന് ചുറ്റും അബൌട്ട് 18 ക്യാമറാസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു നമ്മൾ കണ്ടിട്ടില്ല പലപ്പോഴും ഡാൻസിങ് ടീ എന്ന് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഡാൻസിങ് ബേർഡ്സ് കേട്ടിട്ടുണ്ട്. ദിസ് ഇസ് എ ഡാൻസിങ് കാർ ടു. ഇതിൻ്റെ വിങ്സ് മുകളിലോട്ട് തുറന്നിട്ട് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇറ്റ്സ് വെരി അഡ്വാൻസ്ഡ് ആണ്. ഇതിനകത്ത് ഞാനിപ്പം വാങ്ങിച്ചിട്ടൊരു 3 years old കാറാണ്. 2019 എടുത്തതാണെങ്കിൽ പോലും ഒരു പണിയും ഇതിനകത്ത് വരില്ല. കാരണം ഇതിനകത്ത് എൻജിനില്ല. അതുപോലെ തന്നെ ഞാൻ ആകെ ഇതിന് ക്യാഷ് മുടക്കിയിരിക്കുന്നത് ടയേഴ്സ് മാറ്റാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ വൈപ്പർ ബ്ലേഡ്സ് മാറ്റി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിനകത്ത് എൻജിനില്ല, റേഡിയേറ്റർ ഇല്ല, പിന്നെ മറ്റേ അതൊന്നും അങ്ങനെയുള്ള സംഭവമൊന്നും ഇല്ലാത്തതിനാൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ അത്രയും വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്. ഒരു വർഷത്തിൽ ഏകദേശം ഒരു $4,000 സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ 10 വർഷം യൂസ് ചെയ്താൽ $40,000 സേവ് ചെയ്യാൻ പറ്റും. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അതാണ് വാഴസോണ ബ്രിഡ്ജ്. കണ്ടില്ലേ? ദാറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ബ്രിഡ്ജാണ്. അത് ക്രോസ് ചെയ്യുന്നതോടുകൂടി നമ്മൾ മറ്റൊരു കൗണ്ടിയിലേക്ക് കയറുകയാണ്. ഇതൊക്കെ ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്സ് ആണ്. വളരെ ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഇവിടുന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് ക്രോസ് ചെയ്യാൻ മേബി ട്രെയിൻസ് സംവിധാനമുണ്ട്. കേട്ടോ, സ്റ്റാറ്റൻ ഐലൻഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ലെക്സസിൻ്റെ ഡീലറാണ്. പക്ഷേ ഇവിടെ ഡീലർഷിപ്പിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഗവൺമെൻറ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഓട്ടോമൊബൈലാണ് ടെസ്ല എന്ന് പറയുന്നത്. കാരണം നമ്മൾ കാരണം മറ്റാരുടെയും ശ്വാസകോശത്തിനും ലങ്സിനും പ്രോബ്ലം ഉണ്ടാകുന്നത് എമിഷൻ ഇങ്ങനെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഇടുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിലൊരു കാർ വാങ്ങിച്ച് $7,500 വരെ ഇതിന് റിബേറ്റ് കിട്ടും ഗവൺമെൻറ്റിൽ നിന്ന്. ആ റിബേറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ കാരണം മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരാൻ പാടില്ല. അപ്പം ഇതൊരു വളരെ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി. ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കാഴ്സിൻ്റെ എമിഷൻസ് ആണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സോഹൻലാലാണ്. കാരണം ഇദ്ദേഹം ഭയങ്കര ഹാർട്ടായിപ്പോയി. ഹാർട്ട് മാൻ മെയ്ഡ് ദ വേൾഡ് ഹാർട്ടർ ആയതുകൊണ്ടാണ് ഇപ്പം ഈ ഗ്ലോബൽ വാർമിങ്ങിലെ ഏറ്റവും കൂടുതൽ പിന്നെ ബോളിവുഡും ഒക്കെ ഉണ്ട്. ലോട്ട് ഓഫ് ഹാർട്ട് പീപ്പിൾ റൈറ്റ്. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. പക്ഷേ സോഹൻ ശരിക്കും ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ക്യാമറമാൻ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഞാൻ അടിച്ചിട്ടുള്ള ഒരു ജോക്കാണ്. സോറി ഉണ്ടായി കേട്ടോ, ക്ഷമിച്ചേരെ. ദിസ് ഈസ് വാഴസോണ ബ്രിഡ്ജ്. ഇതാണ് നമ്മുടെ സ്റ്റാറ്റൻ ഐലൻഡിലേക്ക് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ്. ഇത് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നൊരു ബാക്ക് വാട്ടേഴ്സാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ബ്രുക്ലിൻ, റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സ്റ്റാറ്റൻ ഐലൻഡ്. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനകത്ത് നമ്മൾ വി വിൽ ബി എൻറ്ററിങ് ന്യൂ ജേഴ്സി, മറ്റൊരു